അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കസ്റ്റം റോമിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പലർക്കും എടുത്തൊന്നുമില്ല എന്താണ് ഈ കസ്റ്റം റോമും കാര്യങ്ങളൊക്കെ. നമ്മളായാലും പല വീഡിയോസിനകത്തൊക്കെ പറയാറുണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത് കസ്റ്റം റോം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ 1UI ഉള്ള ഫോണകത്ത് MIUI ഉള്ള ഫോണകത്ത് നമ്മൾ കസ്റ്റം റോം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ഒക്കെ നമ്മൾ പല വീഡിയോസിനകത്തൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കസ്റ്റം റോം ഉപയോഗിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് പ്രയോജനങ്ങളും കാര്യങ്ങളൊക്കെ, ഈ കസ്റ്റം റോം ശരിക്കും പറഞ്ഞാൽ എന്താണ്, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോക്കകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ കസ്റ്റം റോം ഒക്കെ. ഇപ്പോൾ നിങ്ങളൊരു OnePlus ഫോൺ എടുക്കുവാണ്, സാംസങ് എടുക്കുവാണ്, ഷോമി, റിയൽമി എടുക്കുവാണ്, അതിനകത്തെല്ലാം സെയിം സംഭവം കിട്ടുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്, എക്സെപ്റ്റ് ഐഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ. ഈ ആൻഡ്രോയിഡ് സെയിം തന്നെയാണ് എല്ലാ ഫോണിനകത്തൊക്കെ, പക്ഷെ മേജർ ഒരു ഡിഫറൻസ് വരുന്നത് അവരുടെ UI-നകത്തൊക്കെയാണ്. ഇപ്പോൾ റിയൽമി ഉപയോഗിക്കുകയാണെങ്കിൽ റിയൽമി UI, ഇപ്പോൾ OnePlus വല്ലതാണെങ്കിൽ ഓക്സിജൻ OS വല്ലതായിരിക്കും, സാംസങ് One UI ഇതുപോലൊക്കെ തന്നെ. അപ്പോൾ ഇതെല്ലാം കാരണം നിങ്ങളുടെ സ്മാർട്ട് ഫോണകത്ത് ആൻഡ്രോയിഡ് ആയാലും നിങ്ങളുടെ ലുക്സ് ഒക്കെ വേറെ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാംസങ് ഫോണകത്ത് വേറെ ലുക്സ് ആയിരിക്കും, OnePlusനകത്ത് വേറെ ആയിരിക്കും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിയൽമിക്കകത്ത്, ഷോമിക്കകത്തൊക്കെ വേറെ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ മേടിക്കണം, ആ സ്മാർട്ട് ഫോൺ കമ്പനി തന്നെ ഒരു UI ആ സ്മാർട്ട് ഫോണകത്ത് ഇടും. അപ്പോൾ അത് തന്നെയായിരിക്കും അതിനകത്തൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ബ്രാൻഡിന്റെ ഫോണൊക്കെ മേടിക്കുകയാണെങ്കിൽ, പക്ഷേ ഇത് ലുക്സിൽ തന്നെയല്ല, ഡിസൈനിനകത്ത് തന്നെയല്ല, ഇത് വർക്കിലും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാംസങ് ഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോട്ട്വെയർ ആയിട്ട് നിങ്ങൾക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിളിന്റെ ആവാം, മൈക്രോസോഫ്റ്റിന്റെ ആവാം, സാംസങ്ങിന്റെ തന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടെ ഹെവി ഒക്കെ ആവും. പിന്നെ അത് കാരണം നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഒന്നും കിട്ടണം എന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ സ്റ്റോറേജ് പോകും. പിന്നെ അത് തന്നെയല്ല, നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണകത്ത് അൺഇൻസ്റ്റാൾ പോലും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ തന്നെയുണ്ട്. ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോണൊക്കെ യൂസ് ചെയ്യണം. പിന്നെ MIUI ആണെങ്കിൽ നിങ്ങൾക്കറിയാം കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് തന്നെ സെയിം ഇഷ്യൂസ് ഒക്കെ തന്നെയാണ് മറ്റേ ബ്രാൻഡ്സിനകത്തൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കാരണം ചിലവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ UI ഇഷ്ടമല്ല. അപ്പോൾ അത് തന്നെയല്ല, ഈ സ്മാർട്ട് ഫോണിനകത്ത് കുറേ ആഡ്സും ബ്ലോട്ട്വെയർസ് പിന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെയാണ്. ഫോൺ കുറച്ചുകൂടെ ഹെവിയും കൂടെയാണ്, അതിന്റെ ലുക്സും പോരാ. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കസ്റ്റം റോം ഇടും. ഈ കസ്റ്റം റോം ശരിക്കും പറഞ്ഞാൽ ഒരു UI തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണിന്റെ. അത് തന്നെയാണ് കസ്റ്റം റോം ഒക്കെ. കസ്റ്റം റോംസിന്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ മെയിൻ സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവുമെന്ന്. ഇപ്പോൾ നിങ്ങൾ MIUI നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആഡ്സ് ഉണ്ട്, ബ്ലോട്ട്വെയർസ്, കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് ഹെവിയും കൂടെയാണ്. ഇതെല്ലാം കാരണം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കുറച്ച് സ്ലോ ഒക്കെ ആവും. ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നല്ല ചിപ്സെറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സ്പീഡൊന്നും നിങ്ങളുടെ സ്മാർട്ട് ഫോണകത്ത് ഇല്ലായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് മെയിൻ റീസൺ ഒക്കെ. UIയും ഇതിനകത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് മെയിൻ റീസൺസ് ഒക്കെ ആൾക്കാർ അവരുടെ സ്മാർട്ട് ഫോണകത്തൊക്കെ കസ്റ്റം റോം ഒക്കെ ഇടുന്നത്. ഇത് ഫസ്റ്റ് ആണ്. സ്പീഡിന്റെ കാര്യത്തിൽ സ്പീഡ് കുറച്ചുകൂടെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. പിന്നെ അത് തന്നെയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ സ്മാർട്ട് ഫോണകത്ത് വേണോ വേണ്ടോ എന്ന ഈ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കസ്റ്റം റോം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്സ് വേണം, ഗൂഗിളിന്റെ ഇത് വേണം, ഗൂഗിൾ സർവീസസ് വേണം, പിന്നെ പ്ലേ സ്റ്റോറും കൂടെ വേണം. പിന്നെ നിങ്ങൾക്ക് വേറെ ഗൂഗിളിന്റെ ആപ്സ് ഒന്നും വേണ്ട, ഗൂഗിൾ മൂവീസ് ആയിക്കോട്ടെ. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ഫോണിന്റെ സ്പേസ് ഒക്കെ കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിൻ അഡ്വാൻറ്റേജസ് ഒക്കെ. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കുറച്ചുകൂടെ കൂടുതൽ ഫാസ്റ്റ് ആവുമെന്ന്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെയിൻ അഡ്വാൻറ്റേജ് ഒക്കെ. അപ്പോൾ രണ്ടാമത്തെ അഡ്വാൻറ്റേജിലോട്ട് പോവാണെങ്കിൽ അതാണ് ലുക്സിന്റെ കാര്യത്തില്. ഇപ്പം നിങ്ങളൊരു സ്മാർട്ട് ഫോൺ മേടിച്ച് അതിനകത്ത് നല്ല ഹാർഡ്വെയർ ഉണ്ട്, പക്ഷേ സോഫ്റ്റ്വെയർ ആ സ്മാർട്ട് ഫോണകത്ത് പോരായിരിക്കും. അതുകൊണ്ട് പലരൊക്കെ അവരുടെ സ്മാർട്ട് ഫോണകത്ത് കസ്റ്റം റോമൊക്കെ ഇടാറുണ്ട്. ലുക്സിന് വേണ്ടിയൊക്കെയും ആൾക്കാർ കസ്റ്റം റോം ഒക്കെ അവരുടെ സ്മാർട്ട് ഫോണകത്ത് ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊരു റീസൺ തന്നെയാണ് നമുക്ക് പറയാം. കുറച്ചുകൂടെ ലുക്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് UI പോലെ അവർ ലുക്സ് ഇടും. അപ്പോൾ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതും നമുക്ക് പറയാം, ലുക്സിന് വേണ്ടിയും ആൾക്കാരൊക്കെ ഇതൊക്കെ യൂസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇതാണ് രണ്ടാമത്തെ റീസൺ. പക്ഷേ മെയിൻ റീസൺ എന്ന് വെച്ചാൽ കൂടുതൽ ഫാസ്റ്റ് ആവും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ. പിന്നെ മൂന്നാമത്തെ അഡ്വാൻറ്റേജിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് നിങ്ങൾ നോക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാംസങ് എടുക്കുവാണ്, OnePlus എടുക്കുവാണ്, ഇപ്പോൾ പിക്സൽ ആയിക്കോട്ടെ, ഐഫോൺ വരെ ആയിക്കോട്ടെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തിയറിയാണ്, എനിക്ക് ശരിക്കുമുള്ള തെളിവുകൾ ഒന്നും തന്നെയില്ല. ഇതാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനകത്ത് ഓരോ അപ്ഡേറ്റ് വരും തോറും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്ലോ ആയിക്കൊണ്ടിരിക്കും. ഇതും പലപ്പോഴൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോണിനകത്തൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നു പിന്നെ അത് സ്ലോ ആയിക്കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പലരൊക്കെ കസ്റ്റം റോം ഒക്കെ ഇടാറുണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കുറച്ചുകൂടെ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ സ്ലോ ആകാതിരിക്കാൻ. ഇതൊക്കെ തന്നെയാണ് മെയിൻ റീസൺസ് ഒക്കെ പലരൊക്കെ അവരുടെ സ്മാർട്ട് ഫോണിൽ ഇതൊക്കെ യൂസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ അത് തന്നെയല്ല, കസ്റ്റം റോംസിന് ശരിക്കുമുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പറഞ്ഞ ബ്രാൻഡ് റിലീസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണെങ്കിൽ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട് ചിലവരൊക്കെ. അപ്പോൾ കസ്റ്റം റോംസിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാറൊക്കെ ഉണ്ട്.
അത് ആസ് കമ്പയർഡ് ടു മറ്റ് ബ്രാൻഡ്സിന്റെ അപ്ഡേറ്റ്സ് വെച്ച് നോക്കുക അത് ഫാസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ഫാക്ട് തന്നെയാണ് നമുക്ക് പറയാൻ. കൂടുതൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഒക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് UI വെക്കാൻ പറ്റും നിങ്ങളുടെ സ്മാർട്ട് ഫോണൊക്കെ. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സിൽ നോക്കി ഒന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കസ്റ്റം റോം ഒക്കെ ഡയറക്റ്റ്ലി ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് റീസൺസ് ഒക്കെ. അപ്പോൾ കസ്റ്റം റോം ഇടുന്നതിന്റെ കുറേ റീസൺസ് ഒക്കെ ഉണ്ട്. പിന്നെ അത് തന്നെയല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ബാറ്ററി ലൈഫ് ഒക്കെ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ കുറേ ആപ്സ് ഒക്കെ ഓടുക, സാംസങ് ഫോണോ MIUIയോ വേറെ ഏതെങ്കിലും വ്യൂ ആയിക്കോട്ടെ, അതുകൊണ്ടുകൊണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അത് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതെല്ലാം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആപ്സില്ല ഒന്നുമില്ല, നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇടാൻ പറ്റും. പക്ഷെ മറ്റുള്ളതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അതെല്ലാം കാരണം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കുറച്ചുകൂടെ സ്പേസ് ഒന്ന് ഫ്രീ ആയിരിക്കും. പിന്നെ ഫോൺ കുറച്ചുകൂടെ ഫാസ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ കസ്റ്റം റോംസിന്റെ അടുത്ത അഡ്വാൻറ്റേജിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ കിട്ടും. ഇപ്പോൾ സ്റ്റോക്ക് റോം ഒക്കെ നിങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. നിങ്ങളിപ്പോൾ കസ്റ്റം റോം വല്ലതും യൂസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ. പിന്നെ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് പറയുമ്പോൾ ചില ഏരിയാസിൽ ഈ കസ്റ്റം റോം ഒക്കെ നമുക്ക് പറയുമ്പോൾ സേഫ് ഒക്കെ തന്നെയാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഒക്കെ റിമൂവ് ഒക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് പറയുമ്പോൾ ഇത് കുറച്ചുകൂടെ സേഫ് ഒക്കെ തന്നെയാണ്. പിന്നെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ടൈം ടു ടൈം ഒക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ നല്ല റോം ഒക്കെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അതൊക്കെ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സാംസങ് ഫോൺ അത് റോം വല്ലതും ഇടുവാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക് സെക്യൂരിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ടൊന്നും ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നോക്ക് സെക്യൂരിറ്റി മറ്റുള്ള റോംസിനകത്തൊന്നും വർക്കൊന്നും ആകത്തില്ല. ഈ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് ഓർത്തോണം. നിങ്ങളുടെ നോക്സ് ഒന്നും ആ സംഭവങ്ങളൊന്നും വർക്കൊന്നുമില്ല. പക്ഷെ നമുക്ക് പറയാൻ നിങ്ങൾ ആപ്സ് ഒക്കെ റിമൂവ് ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളത് കസ്റ്റം റോംസ് യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ്. സ്റ്റോക്ക് റോം ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണൊക്കെ വരുന്നതിനേക്കാളും നല്ലതാണ് നമുക്ക് പറയാൻ കസ്റ്റം റോംസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ വേറൊരു ഫാക്റ്റും കൂടെ ഉണ്ട്. ഏറ്റവും നല്ല കസ്റ്റം റോം സപ്പോർട്ട് കിട്ടുന്നത് ഷോമി ഫോൺസിനകത്താണ് മറ്റുള്ള ബ്രാൻഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. ഇതിന്റെ മെയിൻ റീസൺ ആണ് മറ്റുള്ള ബ്രാൻഡ്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്മാർട്ട് ഫോണകത്ത് ബൂട്ട് ലോഡർ ഓക്കെ ചെയ്തിട്ടാണ് അവരുടെ സ്മാർട്ട് വിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീസൺ ഒക്കെ. പിന്നെ അത് തന്നെയല്ല പല കെർണൽ വെർഷൻസ് പോലും അവൈലബിൾ ഒന്നും തന്നെയല്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിൻ റീസൺസും സംഭവമൊക്കെ. ഷോമി ഫോൺസ് അത് കുറച്ചുകൂടെ സപ്പോർട്ടൊക്കെ കിട്ടുന്നത് മറ്റേ ബ്രാൻഡ്സ് വെച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ. അപ്പോൾ കസ്റ്റം റോംസിന്റെ കാര്യത്തിൽ പലരും യൂസ് ചെയ്യുന്നത് പിക്സൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ റോം ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ വേറെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ G ക്യാമും കൂടെ വരുന്നുണ്ട്. അതും ഒരു നല്ല കാര്യം തന്നെയാണ് നമുക്ക് പറയാനൊക്കെ പറ്റും. ഇതുമൊക്കെ പലവരൊക്കെ യൂസ് ഒക്കെ ചെയ്യാറുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ എക്സൽ ഫോൺസ് ഒക്കെ പോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഇതുമൊക്കെ മിക്ക ആൾക്കാരൊക്കെ യൂസ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പിക്സൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ റോം ഒക്കെ. പിന്നെ രണ്ടാമത്തേലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് ലിനിയേജ് OS. ഇതും നമുക്ക് പറയുമ്പോൾ നല്ലതൊക്കെ തന്നെയാണ്. പിന്നെ ആരോ OS ഉണ്ട്, നോവ ലോഞ്ചർ ഉണ്ട്, പല റോംസ് ഒക്കെ തന്നെയുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ ഫേമസ് തന്നെയാണെന്ന്. അപ്പോൾ മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നത് റോം മിക്കവാറും സ്റ്റോക്ക് UI പോലെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ നോവ ലോഞ്ചർ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ പിക്സൽ എക്സ്പീരിയൻസ് പറഞ്ഞ റോം ഒക്കെ ഉണ്ട്. മിക്ക ആൾക്കാരൊക്കെ അതൊക്കെ യൂസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ നോവ ലോഞ്ചർ നല്ലതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾ റൂട്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ, ഫ്ലാഷ് ചെയ്യേണ്ടത് തന്നെ ആവശ്യം തന്നെ. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സ്റ്റോറി കൂടെ തന്നെ നിങ്ങൾക്ക് അതൊക്കെ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് പറയുമ്പോൾ സേഫും സംഭവങ്ങളൊക്കെ തന്നെയാണ്. നോവ ലോഞ്ചർ നമുക്ക് പറയുന്നത് നല്ലൊരു UI തന്നെയാണ്, നല്ല റോം തന്നെയാണ് നമുക്ക് പറയാനൊക്കെ പറ്റും. ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ കസ്റ്റം റോംസിലൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഈ വീഡിയോ ഒക്കെ. അത് ഇപ്പോൾ നിങ്ങൾ കസ്റ്റം റോം നിങ്ങളുടെ സ്മാർട്ട് ഫോണകത്ത് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ നോക്കണം നിങ്ങളുടെ സ്മാർട്ട് ഫോണകത്ത് എന്താ വേണ്ടതെന്ന്, നിങ്ങളുടെ റിക്വയർമെന്റ്സ് നോക്കണം. പിന്നെ നിങ്ങൾക്ക് നല്ല അറിവുണ്ടായിരിക്കണം ഈ റോംസും സംഭവങ്ങളെ പറ്റി. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു വീഡിയോ ഒക്കെ. അത് കസ്റ്റം റോംസും കാര്യങ്ങളെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റം റോമിനെ പറ്റി എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങൾ കസ്റ്റം റോം ആണോ യൂസ് ചെയ്യുന്നത്, അതോ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ UI ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.